നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഇന്ന് അടുത്തു വരുവാൻ വീണ്ടും ഭാഗ്യം ലഭിച്ചല്ലോ. നമുക്കൊരുമിച്ച് ദൈവ സാന്നിധ്യത്തിൽ അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിന് ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുവാനും ആ നിലവാരത്തിലേക്ക് ഒന്ന് ഉയർന്നു കയറുവാനും നമുക്കൊരു ബലം ലഭിച്ചാൽ അത് മതി. ഹല്ലേലൂയ. ഹോറാ ഷഹീഡ. ആത്മമണ്ഡലം എന്താണ്? ഈ ഭൗമമണ്ഡലത്തിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ആ നിത്യ പദ്ധതികളിലേക്ക് നമ്മൾ മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരും. ആത്മമണ്ഡലം ഇന്ന് ഭൗമമണ്ഡലത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ പർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞു. ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മുടെ മേൽ ദൈവം നിക്ഷേപിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ഗ്രോണിങ്ങിനും, നിങ്ങളുടെ ഓരോ ആത്മാവിലുള്ള ഞരക്കത്തിലും ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. The whole creation is waiting for the manifestation of the sons of God. Lo raseb ogrobaleteg ezerad el rimaseg rihederi matayo lobrona tazia lebrika tazibra tazia le zebra luzagal legenad nabari nazere lucy masiha ദൈവരാജ്യത്തിന്റെ ഇരുട്ടിന്റെ രാജ്യം ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യം അത് വെളിച്ചത്തിന്റെ രാജ്യമാണ്. ആ വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷനുകൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൊല്ലി കൊട്ടോ റിംബ ഷഹീഡ ലെ ഹിറാമാസെ ഗേലിയാർ ഗനാസവ് അവേറി ലഹിയാ ഷഹീഡ റെ എനാസഫ്രേൽബ് എർ എല്ലാ. ദൈവരാജ്യത്തിന്റെ പുതുക്കപ്പെട്ട ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ റോമോ ഷഹീഡ ലെ എസിബാർഗ് ലസേർ മസാർ കുറോദ് ലെഗേന് അംഗ്ര അലീൻ അറ്റീർ അർ അസവി അർ അസേ അൽബീർ അസോർ. നിങ്ങളുടെ ചിന്ത അത് ദൈവരാജ്യത്തിന്റെ ചിന്തയുമായി അലൈൻ ചെയ്താട്ടെ. നിങ്ങളുടെ ചിന്തകൾ അത് ദൈവരാജ്യത്തിന്റെ പദ്ധതികളുമായിട്ട് ഇപ്പോൾ അലൈൻ ചെയ്താട്ടെ. നിങ്ങളുടെ രാജ്യം നിങ്ങൾ പ്ലാൻ ഇടരുത്. നിങ്ങളുടെ രാജ്യം നിങ്ങൾ മറക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറക്കണം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരുടെ പേരാണ് ദൈവപുത്രന്മാർ. നിങ്ങളുടെ ജഡത്തിലെ കാര്യങ്ങൾ മറക്കുക. നിങ്ങളുടെ ജഡത്തിലെ വിഷയങ്ങൾ മറക്കുക. നിങ്ങളുടെ ജഡത്തിലുള്ള താല്പര്യങ്ങൾ മറക്കുക. പത്രോസിനോട് യേശു പറയുകയാണ്, നിനക്ക് ഭൂമിയുടെ ചിന്തകളാണുള്ളത്. ഉയരത്തിലെ ചിന്തകൾ നിന്നെ ഭരിക്കുന്നില്ല. നിന്നെ ദൈവരാജ്യത്തിന്റെ ചിന്തകൾ നിന്നെ ഭരിക്കുന്നില്ല. നിന്റെ ചിന്തകളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയുടെ ചിന്തകളാണ്. ഈ ആദ്യ മിനിറ്റുകളിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ നിങ്ങൾ സമയമെടുത്തോ.
സമയമെടുത്തോ. ഈ ആദ്യ മിനിറ്റുകളിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്ക്. Rashegida Lokroma Hazia Re Ezimarg Elgramatasia Lehia Rasamato Rabahashazia Aradane സന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ കുമ്പിടുന്നു തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ വണങ്ങുന്നു തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ കുമ്പിടുന്നു തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ. Hallelujah. തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ കുമ്പിടുന്നു തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ. വണങ്ങുന്നു തിരുസന്നിധേ നാഥാ യേശുവേ കുമ്പിടുന്നു തിരുസന്നിധേ നാഥാ ഞങ്ങൾ യേശുവേ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല യേശുവേ നിന്ദാനം. കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകൾ ഹൃദയത്തിൽ തോന്നിയതില്ല യേശുവേ
സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെ ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേസയ്യാ യേസയ്യാ ഉമ്മെ പോൽ വേറെ ഏവരുമില്ല. യേസയ്യാ 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 ഉമ്മെ പോൽ വേറെ ഏവരുമില്ല. ഉമ്മെ പോൽ വേറെ ഏവരുമില്ല. ഉമ്മെ പോൽ വേറെ ഏവരുമില്ല. യേസയ്യാ യേസയ്യാ ഉമ്മെ പോൽ വേറെ ഏവരുമില്ല. ഓ യേസയ്യാ യേസയ്യാ ഉമ്മെ പോൽ നീർ വേണമപ്പാ. ഉമ്മെ പോലെ ഉമ്മെ പോൽ യേസയ്യാ ഉമ്മെ പോൽ നീർ വേണം രാജാ. ഉമ്മെ പോൽ നീയല്ലോ രാജാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ ഓ പിതാവ്, നീയല്ലോ നീയല്ലോ രാജാവ് രാജാവ്, നീയല്ലോ നീയല്ലോ പിതാവ്. ഉമ്മെ പോലെ ഉമ്മെ യേസയ്യാ ഉമ്മെ പോൽ വേറെ വരുമിൽ. സിത്തം വേണമയ്യാ, സിത്തം വേണമയ്യാ. നീർ വേണം, നീർ വേണമയ്യാ. യേസയ്യാ നീർ വേണമയ്യാ. യേസയ്യാ നീർ വേണമയ്യാ. യേസയ്യാ നീർ വേണമയ്യാ. യേസയ്യാ നീർ വേണമയ്യാ. നിൻ വസനം വസനം எனக்கு உணர்வாகும், உடலுக்கெல்லாம் மருந்தாகும். ஓ வசனம் எனக்கு உணர்வாகும், உடலுக்கெல்லாம் மருந்தாகும். உடலும் பகலுமையா உம்
என் உயிரான 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 இயேசு, என் உயிரான 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 இயேசு, என் உயிரான இயேசு, என் உயிரோடு கலந்தே என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன். என் உயிரான இயேசு, என் உயிரான 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 இயேசு, என் உயிரான என் உயிரோடு என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன். உலகமெல்லாம் மறக்குதையா, உணர்வு எல்லாம் இனிக்குதையா, ஊரெல்லாம் மறக்குதையா, உணர்வு எல்லாம் இனிக்குதையா. உம் நாமம் ருசிக்கையிலே, உம் அன்பே ருசிக்கையிலே, உம் நாமம் இயேசையா, உம் அன்பே உயிரான இயேசு, என் உயிரான என் உயிரான உயிரான என் உயிரான இயேசு, என் உயிரோடு கலந்து என் உயிரே நான் உம்மை
മധുരമാ തേനിലും മധു യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു അത്യുന്നതൻ നീ അങ്ങേ പോലെ മറ്റാരുമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ യേശു മാത്രമെൻ ദൈവമെന്നും. ഓ അത്ഭുതം അതിശയവാൻ യേശു മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതെ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. ോ
ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യനേ ആരാധ്യൻ യേശുപരാ സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ സന്നിധിയിൽ വസിച്ചോട്ടെ, സന്നിധി ഒന്ന് വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, ആ സന്നിധി വസിച്ചോട്ടെ, സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ, ആ സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യനേ ആരാധ്യൻ യേശുവേ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും തേജസ്സേഴും മുഖമിൻ ഹൃദയത്തിൻ ആനന്ദമേ. സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. ഹല്ലേലൂയ. ഓ സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ സന്നിധിയിൽ വസിച്ചോട്ടെ, ലഹിയാര മന സിയാര സിയാര ലഹിയാരോഷ സിയാര 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 സിയോ ലോറേഷന സിയാര സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ. പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും തേജസ്സേഴും ഓ നിൻ മുഖമിൻ ഹൃദയത്തിൻ ആനന്ദമേ. പരിശുദ്ധാത്മാവ് കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ
ഇരിക്കും, എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും. ഓ നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല സഖിയേ, നല്ല തുണയേ, യേശുവേ അപ്പാ, we love you daddy, we fall down, we fall down, we lay our crowns at the feet of Jesus. The greatness of mercy and love at the feet, oh, of Jesus. We cry, holy, holy, holy. And we cry, holy, holy, holy. And we cry, holy, holy, holy is the Lamb. We fall down, we lay our crowns at the feet of Jesus, of Jesus. The greatness of mercy and love at the feet of Jesus. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ, എന്നും എൻ്റെ കൂടെ വേണം, എന്നും എൻ്റെ, എന്നും എൻ്റെ കൂടെ, എപ്പോഴും എൻ്റെ, എന്നും 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 എൻ്റെ, എപ്പോഴും എൻ്റെ, മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ, മറക്കാനാകുമോ നീ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ ഓ നിറയ്ക്കണേ ഇന്ന്. എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, എന്നും 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 എന്റെ കൂടെ വേണമപ്പാ, എന്നും 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 എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, എന്നും എന്നും കൂടെ വേണം, എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും 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 എന്റെ കൂടെ വേണമപ്പാ, എന്നും 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 എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായി നടന്നാലും എൻ കൂടെ വന്നിടും, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്,
നിൻ സ്നേഹത്താൽ എന്നെ ഓ നിറയ്ക്കണേ ഇന്ന്. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എന്നും എന്റെ കൂടെ വേണമപ്പാ, നീ മാത്രം വേണമേ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, വേറെ ആരുമില്ലേലും ഓ എന്നും എന്റെ കൂടെ വേണമപ്പാ, നീ മാത്രം വേണമേ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, ഓ എന്നും എന്റെ കൂടെ വേണമപ്പാ, ഓ എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, എന്നും 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 എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ. ഓ മറക്കാനാകുമോ ത്യാഗത്തെ സ്നേഹത്തെ മറക്കാനാകുമോ മറക്കാനാകുമോ നിൻ ത്യാഗത്തെ പിരിയാൻ മറക്കാനാകുമോ നിൻ എത്ര സ്നേഹം, എത്ര മധുരം, നിൻ സ്നേഹത്താൽ എന്നെ ഓ നിറയ്ക്കണേ ഇന്ന്. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ, എന്നും എന്റെ കൂടെ, എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ. ഓ കൂരിരുളേൻ താഴ്വരയിൽ ഏകനായി നടന്നാൽ എൻ ചാരെ വന്നിടും, ഓ മാർവോട് ചേർത്തിടും. കൂരിരുളേൻ താഴ്വരയിൽ ഏകനായി നടന്നാലും ഓ എൻ ചാരെ വന്നിടും, ഓ മാർവോട് ചേർത്തിടും. എത്ര സ്നേഹമേ ഇത്, മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എന്നും എന്റെ കൂടെ വേണമപ്പാ,
യേശുവേ നീർമട്ടും പെരുകണം നീർമട്ടും ഓ നീർമട്ടും പെരുകണം നീർമട്ടും യേശുവേ നീർമട്ടും പെരുകണം നീർമട്ടും പെരുകണം നീർമട്ടും പെരുകണം നീർമട്ടും യേശുവേ നീർമട്ടും പെരുകണം നീർമട്ടും പെരുകണം നീർമട്ടും പെരുകണം നീർമട്ടും യേശുവേ യേശയ്യാ നീർ വാങ്ങയ്യാ நீர் வருமாவியானவரே உம் சித்தம் செய்வார் உம் சித்தம் போ நடத்துகையா உம்மாவியே தருகீரையா வாங்கப்பா நீர் வாங்கப்பா வாங்கப்பா நீர் வாங்கப்பா நீர் வரும் ஆவியானவரே உம்மோடு சேரா ஆவியானவரே ഒരു നിമിഷം ഇരുന്നാട്ടെ. നല്ലൊരാമയും പറഞ്ഞാട്ടെ. നല്ലൊരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് പിതാവുമായി ഒന്നാകാൻ വേണ്ടിയാണ്. വേറെ ഒരു പ്രോഗ്രാമും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. പിതാവുമായി ഒന്നാകാൻ ആത്മാവ് നമ്മളെ വിളിച്ചിരിക്കുക. ഭയങ്കര ഒരു വിളിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആളുകൾ വരുന്നതല്ല ഒന്നാമത്തെ കാര്യം. വന്നവരാരെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ദൈവവുമായിട്ട് ഒന്നായോ? 1000 ജഡീകന്മാരെ വെക്കുന്നതിലും നല്ലത് ദൈവവുമായി ഒന്നായ ഒരുത്തനെ വെക്കുന്നതാ. 1000 ജഡീകന്മാരെക്കാൾ നല്ലത് ഒരാത്മമനുഷ്യനാണ്. ആത്മമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒന്നായ മനുഷ്യൻ. ആത്മമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡത്തെ മരിപ്പിക്കാൻ ദിനംതോറും ഏൽപ്പിച്ചവൻ. ഇന്നലെ നിന്റെ ജഡം മരിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് മരിച്ചെന്നർത്ഥമില്ല. ഇന്ന് നീ വീണ്ടും നിന്റെ ജഡത്തെ മരിപ്പിക്കാൻ ഏൽപ്പിക്കുന്നുവെങ്കിൽ നിന്റെ പേര് ആത്മമനുഷ്യൻ എന്നാണ്. നിന്റെ ഹിതങ്ങളെല്ലാം ആ യാഗപീഠത്തിൽ നീ വെച്ചോ ഇന്ന്, എങ്കിൽ നീ ഒരു ആത്മമനുഷ്യനാണ്. നിന്റെ ഇമോഷനുകളെല്ലാം നീ ആ യാഗപീഠത്തിൽ വെച്ചോ. നിന്റെ ഫീലിങ്ങുകളെല്ലാം നീ യാഗപീഠത്തിൽ വെച്ചോ. നിന്റെ ചിന്തകളെല്ലാം യാഗപീഠത്തിൽ വെച്ചോ. നിന്റെ വേർഡ്സ് എല്ലാം യാഗപീഠത്തിൽ വെച്ചോ. നിന്റെ ആക്ഷൻസ് എല്ലാം യാഗപീഠത്തിൽ വെച്ചോ. അവന്റെ പേരാണ് ആത്മമനുഷ്യൻ. നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. 1000 ജഡീകന്മാരെക്കാൾ നല്ലത് ഒരാത്മമനുഷ്യനാണ്. 1000 ജഡീകന്മാരെക്കാൾ നല്ലത് ആത്മാവിലാകാൻ ഒരുത്തൻ റെഡിയായാൽ ദൈവത്തിന് അവനെ കൊണ്ട് മാത്രമേ എൻഡ് ടൈം മിനിസ്ട്രി ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ ആ എൻഡ് ടൈം മിനിസ്ട്രിയുടെ കോളിംഗ് വീഴട്ടെ. നിങ്ങളുടെ മേൽ അത് ഓപ്പൺ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻഡ് ടൈം മിനിസ്ട്രിക്ക് ഉള്ള കോളിംഗ് നിങ്ങളുടെ മേൽ ഓപ്പൺ ആകാൻ ഞാൻ ഇതാ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള വാഞ്ച അത്തരത്തിലായി മാറട്ടെ. ലൂബ്ര, സെഫേനിയാറ്റോസ്, മർഫി, കൊലി, കസി, റഹീല, അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതെല്ലാം പൈശാചികന്റെ തന്ത്രങ്ങൾ മാത്രമാണ്. അത് ഇരുട്ടിൻ്റെ ചില ശക്തികളാണ്.
ഓറ ഷഹീഡ. പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയ എല്ലാ ഉയർച്ചകളെയും ചിന്തകളെയും ഞാൻ പിടിച്ചടക്കി. ഇന്ന് നിന്റെ ദൗത്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്നിലെ ചിന്തകളെ നീ പിടിച്ചടക്കണം. നിനക്കതിനുള്ള കപ്പാസിറ്റിയാണ് നിന്റെ ആത്മജനനത്തിലൂടെ ലഭിച്ചത്. ഹല്ലേലൂയ. ആത്മജനനത്താൽ നിനക്കത് കഴിയും. നീ വീണ്ടും ജനിച്ചത് കൊണ്ട് നിനക്കത് കഴിയും. നിനക്ക് ഗിഫ്റ്റ്, യു ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. നിങ്ങൾക്ക് നീതിയുടെ ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ പ്രവർത്തിച്ച് പുറത്തേക്ക് ഒഴുക്കണം. നിങ്ങളുടെ അകത്ത് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ജഡത്തെ മരിപ്പിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ അല്ല, കൃപയുടെ കീഴിലായതിനാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. പാപം കർത്തൃത്വം നടത്താതെ മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയും. എന്തെന്നാൽ നീ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, നീ കൃപയുടെ കീഴിലാണ്. കൃപ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ യുഗത്തിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ അകത്ത് നീ ആത്മാവിനെ അനുവദിച്ചാൽ നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നിനക്ക് കഴിയാത്തതായിട്ട് ഒരു പ്രോഗ്രാമും ഒരു കാര്യവുമില്ല, ഒരു പാപവുമില്ല, ഒരു ചിന്തയുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഒരു രോഗവുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഒരു തോട്ട്സുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഒരു ആക്ഷൻസുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഒരു ഫീലിംഗുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഒരു ഇമോഷനുമില്ല നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. ഇതിനെയെല്ലാം നീ ജയിച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നീ ഇന്ന് യേശുവിൽ വിശ്വസിച്ചാൽ, ഈ മിനിറ്റിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചാൽ, നിങ്ങളുടെ അകത്തേക്ക് ഒഴുകുന്ന പവറിൻ്റെ പേരാണ് ജയം. ജയം. പക്ഷെങ്കിൽ അതിനെ ദിനംതോറും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളും പരിശുദ്ധാത്മാവുമുള്ള സഹകരണമാണ്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ പറയാം, ഇന്ന് ഞാൻ മരിക്കാൻ റെഡിയല്ല. നാളെ പറയാം, ഞാൻ ഇന്ന് മരിക്കാം. മറ്റന്നാൾ റെഡി അല്ല. നിങ്ങളുടെ കയ്യിലാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്, ബട്ട് ദ പവർ ഈസ് ഇൻസൈഡ് യു. ചോയ്സ് ഈസ് യുവേഴ്സ്, ബട്ട് ദ പവർ ഈസ് ഇൻസൈഡ് യു. ചോയ്സ് ഈസ് യുവേഴ്സ്. ജീവനും മരണവും ആദാമേ ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു. ഇസ്രായേലെ, ജീവനും മരണവും ഞാൻ നിന്റെ മുൻപിൽ വെക്കുന്നു. ചോയ്സ് ഈസ് യുവേഴ്സ്. തെരഞ്ഞെടുപ്പ് നിന്റേതാണ്. ഞാൻ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഞാൻ കൈ കടത്തുകയില്ല. നിന്റെ സോളിന് തെരഞ്ഞെടുക്കാം. നിനക്ക് മരിക്കണോ, നിത്യമായി ജീവിക്കണോ? നിങ്ങൾക്ക് ഇമ്മോർട്ടാലിറ്റി വേണമോ, മരിക്കണോ? നിനക്ക് തീരുമാനിക്കാം. രോഗത്തിന് അടിമയാകണോ, വേണ്ടയോ? നിനക്ക് തീരുമാനിക്കാം. പാപത്തിന് അടിമയാകണോ, വേണ്ടയോ? നിനക്ക് തീരുമാനിക്കാം. ലോബാഷെഗറ്റസ് ഹറബാഷറ്റയലബ്രഹസിയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ വാഴുന്ന സർവത്തിൻ്റെ മേലും വാഴ്ചയെടുക്കാൻ ദൈവം നിനക്ക് അധികാരവും കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്. തന്നിട്ടില്ല എന്നുള്ളത് നിന്റെ ചിന്ത മാത്രമാണ്. നിന്റെ ചിന്ത മാത്രമാണ്. അത് പിശാച് നിനക്ക് തരുന്ന ചിന്തയാണ്. നിനക്കത് കഴിയത്തില്ല, നിനക്കിത് കഴിയത്തില്ല എന്നുള്ളത് പിശാച് നിങ്ങൾക്ക് നൽകുന്ന ചിന്തയാണ്. അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസാധാരണക്കാരനായിട്ട് മാറാൻ പറ്റും. അതിനെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസാധാരണക്കാരനായി തീരാൻ പറ്റും. ബിക്കോസ് ദ ചോയ്സ് ഈസ് യുവേഴ്സ്, ബട്ട് ദ പവർ ഈസ് ഇൻസൈഡ് യു. ഹല്ലേലൂയ. പവർ ഈസ് ഇൻസൈഡ് യു ആൻഡ് വിക്ടറി ഈസ് ഇൻസൈഡ് യു. നിന്റെ അകത്ത് വിക്ടറി ഉണ്ട്. ദ വിക്ടർ ഈസ് ഇൻസൈഡ് യു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ലല്ലോ. 1 യോഹന്നാൻ 3:8-9. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ് നിന്റെ ജയത്തിൻ്റെ ആരംഭം. പക്ഷെ അത് ജയത്തിൻ്റെ അവസാനം എന്ന് പറയാൻ പറ്റില്ല. ആ അകത്ത് വന്ന ജയത്തെ നിനക്ക് പുറത്തെടുക്കാം, നിനക്ക് അകത്തൊതുക്കാം. അത് നിന്റെ ഹിതമാണ്, നിന്റെ ചോയ്സാണ്. ദൈവം എന്താ ചെയ്തേ? ദൈവം ചെയ്തത് പവറാണ് തന്നത്. ദൈവം എന്താ ചെയ്തത്? ആത്മ മനുഷ്യനെ റീക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ ചോയ്സ് ഈസ് യുവേഴ്സ്.
ആത്മമനുഷ്യൻ വീണ്ടും ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അത് നിനക്ക് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2:6 പറഞ്ഞത്, 6 മുതൽ താഴോട്ട് പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ വിശ്വാസം മൂലം. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ വിശ്വാസം മൂലം. പക്ഷെ കൃപയാൽ വിശ്വാസം മൂലം നിങ്ങളുടെ ആത്മമനുഷ്യൻ രക്ഷപ്പെട്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഈ രക്ഷയെ ഒഴുക്കി വെളിയിലേക്ക് കൊണ്ടുവരേണ്ട ദൗത്യം നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ പൂർവന്മാരെ ഭരിച്ച ഒരു ശാപങ്ങളും നിങ്ങളെ ഭരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പൂർവന്മാരെ ഭരിച്ച ഒരു രോഗങ്ങളും നിങ്ങളെ ഭരിക്കേണ്ട യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല. നല്ലൊരു ആമീൻ പറ, ഹല്ലേലൂയ പറ. നിങ്ങളുടെ വീട്ടുകാരെ തടഞ്ഞത് നിങ്ങളെ തടയേണ്ട കാര്യം ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. ബട്ട് സ്റ്റിൽ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഹല്ലേലൂയ. നീ ഇന്ന് തീരുമാനമെടുത്തോ, ഞാൻ അതിനെ ജയിക്കാൻ പോകുകയാണ്, ഞാൻ സകലത്തെയും മറികടക്കാൻ പോകുകയാണ്, ഞാൻ ജയിച്ച് വാഴാൻ പോകുകയാണ്. ഈ തീരുമാനത്തിൻ്റെ മേൽ ആമേൻ കാര്യങ്ങൾ തിരിഞ്ഞു മറിയാൻ പോകുകയാണ്. ഒന്ന് തീരുമാനിക്കാമോ? ഞാൻ ജയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വന്ന ജയത്തെ, എൻ്റെ അകത്ത് വന്ന ശക്തിയെ ഞാൻ ഉപയോഗിക്കാം, ഞാൻ അനുവദിക്കാം എന്ന് പറയുന്ന ആദ്യത്തെ മിനിറ്റിൽ നിന്റെ ലൈഫ് തിരിയാനായിട്ട് തുടങ്ങും. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്, ശക്തമായിട്ട് ആമീൻ പറഞ്ഞാട്ട്, കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നിന്റെ അകത്ത് വന്ന വിക്ടറിയെ കുറിച്ച് നീ അറിയണം. ഹല്ലേലൂയ. എന്നിട്ട് ബൈബിൾ പറയുന്നു, സദൃശവാക്യം 18, ജീവനും മരണവും എന്നാലും നിന്റെ അധികാരത്തിലിരിക്കുന്നു, നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ ദ പവർ ഓഫ് യുവർ ടങ്. നീ നിന്റെ നാവ് കൊണ്ട് വീണ്ടും മരണം സംസാരിച്ചാൽ നീ മരണത്തിലേക്ക് പോകും. നീ നിന്റെ നാവ് കൊണ്ട് വീണ്ടും ഡെത്ത് സംസാരിച്ചാൽ, ഡെത്ത് ചിന്തിച്ചാൽ നീ ഡെത്തിലേക്ക് പോകും. നിന്റെ അകത്ത് പവർ ഉണ്ടെങ്കിലും നീ ചിന്തിക്കുന്നത് ഡെത്ത് ആണെങ്കിൽ നീ ഡെത്തിലേക്ക് പോകും. അകത്ത് ലൈഫ് ഉണ്ടെങ്കിലും ചിന്തിക്കുന്നത് ലൈഫ് അല്ല ഡെത്ത് ആണെങ്കിൽ നീ ഡെത്തിലേക്ക് പോകും. അകത്ത് പോസിറ്റീവ് ആണെങ്കിലും ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ നീ നെഗറ്റീവിലേക്ക് പോകും. മനുഷ്യൻ ട്രൈപാർട്ടൈറ്റ് ബീയിങ് ആണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ. നിന്റെ അകത്ത് ജീവനുണ്ട്. പക്ഷെ ആ ജീവൻ നിന്നോട് പറയുന്ന സത്യം നീ വിശ്വസിക്കണം. ആ സത്യത്തിൽ നീ നടക്കാൻ തുടങ്ങണം. ആ സെക്കൻഡ് മുതൽ നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറലിലേക്ക് കയറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമീൻ പറ, കൈകൾ ഉയർത്തി ആമീൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും നമ്മൾ മരിക്കണം. ഡൈ ഡെയിലി എന്നാണ് ചില ദൈവദാസന്മാർ പറയാറുള്ളത്. ഡൈ ഡെയിലി. ഹല്ലേലൂയ. എന്തൊക്കെ ഡൈ ചെയ്യണം? ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻസ് ആൻഡ് വിൽ. എന്തൊക്കെ ഡൈ ചെയ്യണം? എന്തൊക്കെ മരിക്കണം? ഡെയിലി എന്തൊക്കെ മരിക്കണം? അല്ലെങ്കിൽ ഡെയിലി എന്തൊക്കെ മരിച്ചെന്ന് എണ്ണണം. അതാണ് ഇച്ചിരൂടെ നല്ല പദം. മരിച്ചതാണ്, പക്ഷെ ഡെയിലി എന്തൊക്കെ മരിച്ചെന്ന് എണ്ണണം. തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, വിൽ, ഡിസിഷൻസ്, വേർഡ്സ്, ആക്ഷൻസ്. നല്ലൊരു ആമീൻ പറ. ഈ 6-7 കാര്യങ്ങൾ മരിച്ചെന്ന് എണ്ണിയാലേ നീ ആത്മമനുഷ്യനാകത്തുള്ളൂ. ഇല്ലേ നീ വന്ന് പാട്ടുപാടും, എല്ലാം ചെയ്യും, പക്ഷേ നീ ജഡികമായ മനുഷ്യനായി ജീവിക്കും. അവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. ആ അബദ്ധത്തെ ഇന്ന് നിങ്ങൾക്ക് തിരുത്താനായി സാധിക്കും. വളരെ എളുപ്പമാണ്. മരിച്ചു എന്ന് എണ്ണണം. നിങ്ങളുടെ ചിന്തകൾ മരിച്ചു എന്ന് എണ്ണണം. റോമാലേഖനം
6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11. മൈക്കിൽ വായിച്ചു, നോർമലായിട്ട് വായിച്ചു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് റെക്കൻ, കൺഫസ്, ബിലീവ് ഡെയിലി. ഒന്നുകൂടെ വായിച്ചേ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മരിക്കണമെന്നല്ല പറഞ്ഞത്, മരിച്ചു എന്ന് എണ്ണണം. നിങ്ങളെ കൊണ്ട് മരിക്കാൻ പറ്റാത്തത് കൊണ്ട് ക്രൂശിൽ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കത് സാധിക്കാത്തത് കൊണ്ട് ക്രൂശിൽ യേശു അത് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പേരാണ് കൃപയാലുള്ള നീതീകരണം. പക്ഷെങ്കിൽ ഡെയിലി ഇത് നമ്മുടെ ജീവിതത്തിൽ എണ്ണണമെന്നാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 6:11 എഴുതിയിരിക്കുന്നത് ഇത് നമ്മൾ ദിനംതോറും എന്ത് ചെയ്യണം? എണ്ണണം എന്നാണ് ബൈബിൾ പറയുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം എത്ര പേര് ഡെയിലി ഇത് എണ്ണുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേർണിംഗ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രമിക്കുന്നതിലല്ല, നിങ്ങൾ വിശ്വാസത്താൽ ദിനം പ്രതി ഇത് എണ്ണണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ പേര് നിങ്ങളുടെ സ്വയനീതി എന്നാണ്. എന്നാൽ നിങ്ങൾ പാപത്തോട് മരിച്ചു എന്ന് എണ്ണണം. ഈ പാപത്തോട് മരിച്ചു എന്ന് പറഞ്ഞാൽ തിന്മയോട് മരിച്ചു എന്നല്ല. അത് ആദ്യ പാഠത്തിൽപ്പെട്ട ഒരു അറിവാണ്. പാപത്തോട് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ തിന്മയോട് മരിച്ചു എന്ന് മാത്രമാണ്. അത് ബൈബിളിലെ ബേസിക് അറിവാണ്. ഹല്ലേലൂയ. പാപത്തോട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഞാൻ കൊലപാതകം ചെയ്യത്തില്ല, ഇനി ഞാൻ വ്യഭിചാരം ചെയ്യത്തില്ല, ഞാൻ മോഷ്ടിക്കത്തില്ല. ഇങ്ങനത്തെ 2-3 സെറ്റ് കാര്യങ്ങളാണ് നമ്മൾ പാപത്തോട് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് അപകടം. തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ തെറ്റില്ല. എന്നാൽ അത് LKGയുടെ അറിവാണ്. പാപത്തോട് മരിച്ചു എന്ന് പറഞ്ഞാൽ ബ്രദറെ ഞാൻ ഇനി കൊലപാതകം ചെയ്യില്ല. അത് നീ യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് കൊലപാതകം ചെയ്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. റോമാ ലേഖനം എഴുതുമ്പോൾ റോമാ സഭയിലുള്ള എല്ലാവരും കൊലപാതകരും അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവരും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ചിലരുണ്ടായിരിക്കാം. അതതിന്റെ ബേസിക് അറിവാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ അതല്ല ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ചിന്ത. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അത് ബേസിക് അറിവാണ്. നമ്മൾ ഈവിൾ കാര്യം ചെയ്യുന്നില്ല, സമ്മതിച്ചു.
പക്ഷേ ഈ അധ്യായം പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ അതല്ല അതിൻ്റെ പൂർണ്ണ അറിവ്. പൂർണ്ണ അറിവ് ഇതാണ്: നമ്മുടെ ശരീരത്തെ മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ദൈവത്തിന് ചിന്തിക്കാൻ വിട്ടുകൊടുത്തെന്നാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഈവിൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നല്ലതും ചിന്തിക്കുന്നില്ല. ഞാൻ മരിച്ചു എന്നാണോ എന്നാ പറഞ്ഞത്. മരിച്ചു. ഇപ്പൊ ഒരു ഡെഡ് ബോഡി ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ ഡെഡ് ബോഡി നല്ലതും ചെയ്യുന്നില്ല, തീയതും ചെയ്യുന്നില്ല. ആ ഡെഡ് ബോഡിയെ മൂവ് ചെയ്യുന്നത് ദൈവഹിതത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ വാസ്തവത്തിൽ നമുക്കറിയാവുന്ന രണ്ട് നന്മ ചെയ്യാൻ ഏൽപ്പിച്ചെന്നല്ല. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മരിച്ചു എന്നെണ്ണണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇനി ആ വികാരങ്ങളിൽ ഏത് വികാരം വരണമെന്ന് ദൈവം തീരുമാനിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേർക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് പറ്റും? എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത്? എന്തൊക്കെയാണ് ആ ബോഡി പാർട്സ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്? 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ആ ബാക്കി ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് കണ്ടോ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. അപ്പൊ നമ്മളെ തന്നെ മരിച്ചവരെന്ന് എണ്ണണം. അല്ലാതെ നമ്മളെ രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമർപ്പിക്കുന്നത് അല്ല ഇവിടുത്തെ മീനിങ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമെങ്കിൽ നമ്മൾ മരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ തലയിൽ ഇപ്പോഴും കിടക്കുന്നത് എനിക്കറിയാവുന്ന രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന കോൺസെപ്റ്റ് നമ്മുടെ അകത്ത് കയറിപ്പോയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പുറത്തു വരാൻ പറ്റാത്തത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം നമുക്കറിയാവുന്ന നന്മയാണ്. അത് വീണ്ടും പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നന്മ ചെയ്യാനല്ല തീരുമാനിക്കേണ്ടത്, മരിക്കാനാണ് തീരുമാനിക്കേണ്ടത്. മരിച്ച വ്യക്തിക്ക് നന്മയും അറിയില്ല തിന്മയും അറിയില്ല. അവനെ മൂവ് ചെയ്യുന്നത് വേറൊരാളാണ്. നിങ്ങൾ മരിച്ചെങ്കിലേ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഏറ്റെടുക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ഗലാത്യർ 2:20 പറയുക പൗലോസ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാൻ നന്മ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ടും ചിലരുടെ തലേ കയറുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി മുതൽ അതുകൊണ്ട് ഞാൻ നന്മ ചെയ്യാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല.
ഈ ചിന്തയിലേക്ക് വരാത്തിടത്തോളം കാലം ഗ്ലോറി പ്രതീക്ഷിക്കല്ലേ. ആദ്യ പാഠങ്ങളാണ് നന്മ ചെയ്യുക എന്നുള്ളത്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരിക, അത് ഓക്കെ. നന്മ ചെയ്യാൻ മടിക്കരുതെന്ന് ബൈബിളിൽ വാക്യമുണ്ട്, ഓക്കെ. ബൈബിളിൽ LKG സ്റ്റുഡൻസിന് എഴുതിയ ലേഖനങ്ങളുണ്ട്, ഓക്കെ. അത് നമ്മുടെ LKG പ്രായത്തിൽ നമുക്ക് എടുക്കാം, ഓക്കെ അല്ലേ? ആദ്യമായി ക്രിസ്തുവിലേക്ക് വരുന്നവരിൽ നമുക്ക് ഉടനെ പറയാൻ പറ്റത്തില്ല, എടാ ഇന്നു മുതൽ നിന്നെ ആത്മാവ് നടത്തും. മരുഭൂമിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ അവൻ ആത്മാവ് എന്തോന്ന് പോലും അറിയത്തില്ല. അവനോട് നമുക്ക് പറയാൻ പറ്റത്തേ ഉള്ളൂ, ഇത്രേ പറയാൻ പറ്റൂ, എടാ സിഗരറ്റ് ഇനിയും വലിക്കല്ല. അവനാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. ആത്മാവുള്ളവൻ കൽപ്പനയുടെ പുറത്ത് ജീവിക്കുന്നവനാണ്. ആദ്യമായി ക്രിസ്തുവിലേക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് അവനോട് മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അറിയില്ല. അവനെ ആത്മാവ് നടത്തുമടാ എന്ന് പറഞ്ഞാൽ അവൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഗതികേട് കൊണ്ട് പറയേണ്ടി വരികയാണ്, എടാ മദ്യപിക്കരുത്, എടാ ഇനി നീ സിഗരറ്റ് വലിക്കല്ലേ, എടാ കഞ്ചാവിനി തൊട്ടു പോകരുത്. ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് വന്നാൽ അവന് കൽപ്പനകളുടെ ആവശ്യമില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ലൈഫാണ്. ആ ലൈഫിന്റെ ചിന്ത നമ്മളിലില്ല, ആ ലൈഫിന്റെ ബോധം നമ്മളിലില്ല. നമ്മുടെ തലയിൽ പിന്നെയും ഭരിക്കുന്നത് നന്മ എന്ന ചിന്തയാണ്. ഓ ഞാൻ കള്ളു കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എടാ നീ LKG ആണ്, നീ ഇപ്പോഴും ആ തോട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കാത്തവനോ, ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. നീ ലോയിൽ ജീവിക്കുകയാണ്, ലവിലോട്ട് കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലോയിൽ ജീവിക്കുകയാണ്, ലവിലോട്ട് കയറിയില്ല. ലവിന്റെ അകത്ത് ലോ ഇല്ല. അതുകൊണ്ടാണ് ആദാമിന് ദൈവം ലോ കൊടുത്തില്ല. നീ മരിക്കരുത് എന്ന് അവനോട് പറഞ്ഞോളൂ, ഇത് കഴിച്ചാൽ മരിക്കുന്നേ പറഞ്ഞോളൂ. അത് ലോ അല്ല. എടാ നിനക്ക് അപകടം ഉണ്ടാകില്ല, ഇത് കഴിച്ചാൽ മരിക്കും, അത് ലോ അല്ല. അവൻ ലവില് നിൽക്കുക. നമ്മുടെ തലയിൽ ഇപ്പോഴും നമ്മൾ ലോയ്ക്കകത്ത് കിടക്കുക. ന്യായപ്രമാണത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിട്ടും പുതിയ നിയമ പ്രസംഗകരെന്ന് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്യും. പക്ഷെങ്കിൽ നമുക്ക് പുതിയ നിയമം എന്തോന്ന് മനസ്സിലായിട്ടില്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഇല്ലാത്ത നിയമം. ഹല്ലേലൂയ. എന്നിട്ടും യേശു മത്തായില് ലോ പറയുന്നത് ഗതികേട് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ല. ഹൃദയമല്ല, ഹൃദയം മനസ്സിലാക്കിയത് പൗലോസാണ്. എന്തിനാണ് പുതിയ നിയമം വന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോ ബിയോണ്ട് ദ ലോ. ഏതിന്റെ മുകളിൽ പോണം? ലോയുടെ മുകളിൽ ലവിലേക്ക് കയറാൻ സമയമായി. ഈ ലവ് നമ്മൾ വന്നാൽ, ദൈവവുമായിട്ടുള്ള പ്രേമബന്ധത്തിൽ ആത്മാവിൽ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലതിലേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടോമാറ്റിക്കലി ചില കാര്യങ്ങൾ ചെയ്യും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ അങ്ങനെ അത് ഏതിലാ ഓണാകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റ് പറയേണ്ട വാക്യം ഏതാ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് പറയുന്നവനിൽ മാത്രമേ ഈ പറഞ്ഞ ലെവൽ ഓൺ ആകത്തുള്ളൂ. ഇതൊരു ലെവലാണ്. ഈ ലെവൽ ഓൺ ആകണമെങ്കിൽ ഞാൻ നല്ലവനല്ലേ എന്നുള്ള ബോധ്യത്തിൽ നിന്നാൽ ഈ ലെവൽ ഓൺ ആകത്തില്ല. ഈ ലെവൽ ഓൺ ആയില്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷനിലോട്ട് ഒട്ടും കയറാൻ പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലെവൽ എന്തുകൊണ്ട് ബ്രദറെ ഞാൻ ആഗ്രഹിക്കണം? ബിക്കോസ് ഗ്ലോറി കിടക്കുന്നത് നിയമത്തിലല്ല, ലവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമത്തിന്റെ
മുകളിലുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് ഓണാകുന്നത്. ഗലാത്യ ലേഖനം 5 ഒന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5:18. ഗലാത്യ ലേഖനം 5:18. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ജഡത്തിന്റെ പ്രവൃത്തികൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവിനെ അനുസരിച്ചാൽ നീ ലോയുടെ കീഴിലല്ല. ഭയങ്കര സംശയം ജനിപ്പിക്കാവുന്ന ഒരു വാചകം അവിടെ എഴുതി വച്ചിരിക്കുക. ആത്മാവിനെ അനുസരിച്ചാൽ പൗലോസ് പറയാ, നീ ദൈവം തന്ന ലോയുടെ കീഴിലല്ല. ഇന്ത്യയുടെ ലോയുടെ കാര്യമല്ല പറഞ്ഞേ, ദൈവം കൊടുത്ത ലോയുടെ കീഴിലല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ലോ ദൈവത്തിന്റെ ഹൃദയമല്ലായിരുന്നു, ഗതികേട് കൊണ്ട് തന്ന. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3 പറഞ്ഞത് അത് തൽക്കാലത്തേക്ക് തന്നത്. 3:19 3:19 മൈക്കിൽ വായിക്ക്. 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം. ലംഘനങ്ങൾ നിമിത്തം ഗതികേട് കൊണ്ട് കൂട്ടിച്ചേർത്തതും. മതി. ലംഘനങ്ങൾ നിമിത്തം ഞാൻ എൻ്റെ പദ്ധതിയിൽ ഇല്ലായിരുന്ന ഒരു സംഭവത്തെ ഞാൻ ചേർത്ത് വെക്കേണ്ടതായി വന്നു. പക്ഷെ ഇന്ന് പാരമ്പര്യ സഭകൾക്ക് നമ്മൾ ഈ ലോയുടെ മുകളിൽ പോയി ലവ് പറയുമ്പോൾ അവർ പറയുന്നത്, ഓ ഇവർക്ക് കൽപ്പനയും ഇല്ല, ഇങ്ങനത്തെ ഒരു സഭയാ. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല, ബൈബിൾ പറയുന്നത് ബൈബിളിലെ ഒറിജിനൽ സിസ്റ്റത്തിൽ കൽപ്പന ഇല്ലായിരുന്നു. ആമേൻ. ലോയുടെ മുകളിലുള്ള ലവിന്റെ അകത്താണ് ആദാമിനെ ദൈവം പ്ലേസ് ചെയ്തത്. നീ എന്നെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന തികഞ്ഞ സ്നേഹത്തിന്റെ അകത്ത് നീ നിൽക്കുമ്പോൾ, തികഞ്ഞ സ്നേഹത്തിൽ നീ നിന്നാൽ നീ ഓട്ടോമാറ്റിക്കലി ഒരു രീതിയിൽ ചലിക്കും. നിനക്കങ്ങനെ അപ്പൊ ചലിക്കാൻ പറ്റുള്ളൂ. വേറൊരു ചലനം നിനക്കപ്പോൾ അസാധ്യമായി വരും. ആ മൂവ്മെന്റിന്റെ പേരാണ് ആത്മാവിലുള്ള ജീവിതം. ആ ലൈഫിന്റെ പേരാണ് ഗ്ലോറിഫൈഡ് ലൈഫ്. നമ്മുടെ തലേന്ന് ലോ മാറണം. നമ്മൾ ഗ്ലോറി ചർച്ചിൽ കുറെ നാളായിട്ട് ഇരിക്കുക, പക്ഷെ തലേ കിടക്കുന്നത് ലോയാ. തലേ കിടക്കുന്നത് എന്തുവാ? അത് നമ്മുടെ കുറ്റമല്ല. നമ്മുടെ കേട്ട പ്രസംഗങ്ങള്, നമ്മൾ കേട്ടു വന്ന പാരമ്പര്യങ്ങള്, നമ്മൾ ഇരുന്ന ചർച്ചിലെ വർഷം. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ 18 വർഷം ഇരുന്നതിന്റെ പ്രശ്നം എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പുതിയതിലോട്ട് വന്നാലും എനിക്ക് ചില മെസ്സേജുകൾ വീണ്ടും 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 പറയേണ്ട വരുന്നത്, നമ്മൾ ആ ബോധ്യത്തിൽ നിന്ന് മാറിയാലേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ഏതിൽ? ഗ്ലോറിഫൈഡ് ലെവലിൽ ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ലോയുടെ അകത്തിൽ ഗ്ലോറി ഇല്ലാത്തത് കൊണ്ടാണ് ലവിന് വരേണ്ടി വന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ലോയുടെ ആളല്ല, ലവിന്റെ ആളാണ്. അപ്പം നിങ്ങൾ പറയും, ഓ അപ്പം പിന്നെ കൽപ്പനയൊന്നും ഇല്ല, എങ്ങനെ നമുക്ക് ജീവിക്കല്ല ബ്രദറെ. അല്ല, നിങ്ങൾ വായിച്ച 5:18 വായിച്ച ഗലാത്യർ 5:18. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് പറഞ്ഞാൽ എന്താ ബ്രദറെ? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോ
നിങ്ങൾ ന്യായപ്രമാണം ചെയ്യേണ്ടെന്നാണോ അർത്ഥം? അല്ല, നീ ന്യായപ്രമാണത്തിൻ്റെ 1000 അടി മുകളിലുള്ള ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിൽ നടക്കും. അതാണ് അതിൻ്റെ അർത്ഥം. തെളിവ് അതിൻ്റെ 5:14. കൂട്ടുകാരനെ നിന്നെ ണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹമെന്ന ഗ്ലോറി ടെർമിനോളജിയാണ് ലവ്. ആ ലവിൻ്റെ അകത്ത് മുഴുവൻ ന്യായപ്രമാണവും ഫുൾഫിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ലവിൽ നിൽക്കുമ്പോൾ മുഴുവൻ ലോയും നമ്മൾ അറിയാതെ പൂർത്തീകരിക്കും. ഒന്നുകൂടെ വാക്യം വായിച്ച 5:14. 5:14 ഒരു പ്രാവശ്യം കൂടെ. 5:14. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റയർ ലോ ഈസ് ഫുൾഫിൽഡ്. നമ്മൾ ലവിലേക്ക് വന്നാലേ നമുക്ക് തികവിലേക്ക് വരാൻ പറ്റുള്ളൂ. ഗ്ലോറി ലൈഫ് എപ്പോഴും തികവിൻ്റെ ലൈഫാണ്, മറക്കരുത്. ഗ്ലോറി ലൈഫ് എപ്പോഴും തികവിൻ്റെ ലൈഫാണ്, പൂർണ്ണതയുടെ ലൈഫാണ്. ലോയ്ക്കകത്ത് തികവില്ല. എബ്രായ ലേഖനം 7 പറയുക, ന്യായപ്രമാണത്തിൽ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടല്ലോ പുതിയ നിയമത്തിന് വരേണ്ടതായി വന്നത്. അല്ലേ? ന്യായപ്രമാണത്തിന് പൂർണ്ണത ഇല്ലല്ലോ. അപ്പൊ ഏതിലാണ് പൂർണ്ണതയുള്ളത്? ഗ്ലോറിക്കകത്ത്. ഗ്ലോറിയുടെ ബേസ്മെന്റ് എന്താണ്? ലോയല്ല, ലവ് ആണ്. ആരോടൊക്കെയുള്ള ലവ്? 1 ദൈവത്തോട്, 2 കൂട്ട് മനുഷ്യനോട്, കൂട്ട് വിശ്വാസിയോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നില്ല എല്ലാവരെയും നിങ്ങൾ പോയി സ്നേഹിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അതിപ്പോ എങ്ങനെയാ ഞാൻ പറയുന്നത്? ഇപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഇണയില്ല പിണ നമുക്ക് കൂടാൻ പറ്റത്തില്ല. ഇണയില്ല പിണ പറ്റത്തില്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ അവര് ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് വണ്ണസ് ലവ് അവരിലേക്ക് വെളിപ്പെടണം. അപ്പോ നമ്മൾ ഇപ്പൊ സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ ചർച്ചിന്റെ അകത്തുള്ള സംഭവമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഹല്ലേലൂയ. ഇണയില്ല പിണ നമുക്ക് കൂടാൻ പരിമിതികൾ ദൈവം തന്നിട്ടുണ്ട്. അവരെ സ്നേഹമാണ്, അവരെ കരുതലാണ്, സംഭവം ശരിയാണ്. പക്ഷെങ്കിൽ ഇണയില്ല പിണ കൂടാനും പറ്റില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന്റെ അകത്തേക്ക് വന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ലവിൽ നിന്നാൽ സംഭവങ്ങൾ സിമ്പിളായിട്ട് വരും. ആമേൻ. ലവിൽ നിന്നാൽ കാര്യങ്ങൾ സിമ്പിളാകും, ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഭയങ്കര ഹാർഡിലേക്ക് പോകും. നിങ്ങൾ എപ്പോ നിങ്ങളുടെ തലയിൽ ലോ ആയിട്ട് നിങ്ങൾ ദൈവം എന്നെ, ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ അടിക്കും, ഞാൻ അങ്ങനെ ചെയ്തില്ലേ ദൈവം എന്നെ ഇടിക്കും. ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് 2 ദിവസമേ നിങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. 2 ദിവസം ഭയം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കും. 3-ാം ദിവസം നിങ്ങൾ വീഴും. ഞാൻ കുറെ വട്ടം വീണവനാണ്. അങ്ങനെയാണ് എനിക്ക് ഗ്ലോറി മനസ്സിലായപ്പോഴാണ് ഞാൻ നിൽക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഗ്ലോറി ലോയിലല്ല, ലവിലാണ്. നമ്മുടെ പാട്ടുകൾ, ഇന്ന് ആദ്യം തൊട്ടെടുത്ത പാട്ടുകളിൽ നിറഞ്ഞു നിന്ന ഇമോഷൻ ഓഫ് ഗോഡ് ഈസ് ലവ്. വൺനെസ് വിത്ത് ഗോഡ് ആണ്. ഹല്ലേലൂയ. അതിൻ്റെ അകത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ തലയിൽ അയ്യോ ദൈവം, ഞാനാരാ? അടിമ മനോഭാവമാണ് ന്യായപ്രമാണത്തിന്റെ അകത്ത്. മൂത്ത പുത്രൻ ആ മനോഭാവമായിരുന്നു. പുള്ളി വിചാരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ നിനക്ക്. പക്ഷെ പിതാവിന്റെ ഹൃദയത്തിന്റെ ABCD പുള്ളിക്ക് അറിയത്തില്ല. ഈ പാരമ്പര്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരിവിടെ ഉണ്ട്. അവര് കൽപ്പനയ്ക്ക് പൗലോസിനെ പോലെ. ശൗലായിരുന്നപ്പം അവൻ കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുക, പക്ഷെ അവൻ ദൈവത്തിനെതിരായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ പോലും അറിയാതെ അവൻ ചിന്തിക്കുകയാണ് അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. പക്ഷേ പൗലോസ് ആകുന്നതിന് മുൻപ് അവൻ ചിന്തിക്കുകയാണ് അവൻ ദൈവത്തിന്, പക്ഷെ അവൻ ദൈവത്തിന് എതിരാ. അവൻ പോലും അറിയുന്നില്ല.
ഇന്നത്തെ പല പാരമ്പര്യ സിസ്റ്റങ്ങളും അവർ ചിന്തിക്കുകയാണ്, ഞങ്ങൾ കൽപ്പനകൾ പിടിച്ചുകൊണ്ടിരിക്കുക, ദൈവം കൊന്നുകളയും, ദൈവം കീറി. ഓക്കേ, പക്ഷെങ്കിൽ അവർ മിസ് ചെയ്യുന്ന ഗ്ലോറി ലവിന്റെ ലൈഫുണ്ട്. ഹല്ലേലൂയ, ആത്മാവിന്റെ റിയാലിറ്റികളുണ്ട്. അത് മിസ് ചെയ്യുമ്പോൾ അവർ വാസ്തവത്തിൽ ദൈവത്തിന് എതിരായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ പോലും അറിയുന്നില്ല, പാവങ്ങളാ. ശൗൽ എന്തോ ചിന്തിച്ചേ? പൗലോസ് ആകുന്നതിന് മുൻപ് ശൗൽ പുള്ളി ചിന്തിക്കുക, ഞാൻ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ നിൽക്കുക. പോടാ, നീ ദൈവത്തിന് വേണ്ടിയല്ല, നീ ദൈവത്തിന് എതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോൾ ലോയിലേക്ക് വരുന്നോ അന്ന് നീ ദൈവത്തിന് എതിരാകും. പക്ഷെ നീ ചിന്തിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചില്ലേ, മൂത്തപുത്രൻ പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നില്ലേ. എടാ പൊന്നു മോനെ, നിനക്ക് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ABCD അറിയത്തില്ല. നീ ചിന്തിക്കുകയാണ് ഐ എം സംബഡി, നീ ചിന്തിക്കുകയാണ് എനിക്ക് നിയമങ്ങൾ അറിയാം, നീ ചിന്തിക്കുകയാണ് എനിക്ക് കൽപ്പനകൾ അറിയാം, ഞങ്ങൾ വെള്ള ഇടുന്നുണ്ട്, മീശ വടിക്കുന്നുണ്ട്, ഞങ്ങൾ പുരികം വടിക്കുന്നില്ല, ഞങ്ങൾ കറുപ്പും വെള്ള ഇടുന്നുണ്ട്, തിരിച്ചിടുന്നില്ല, ഓ ഞങ്ങൾ കറുത്ത ബൈബിളും വെളുത്ത ഉടുപ്പും. പോടാ. ഹല്ലേലൂയ. ഹേ, നീ ചിന്തിക്കുകയാണ് നീ ദൈവത്തിന് അനുകൂലമാണ്, നീ ദൈവത്തിന് പ്രതികൂലമാ. ഞങ്ങൾ സ്വർണ്ണമൂരി, എന്നിട്ട് ഞങ്ങൾ മാലയൂരി, ഞങ്ങൾ കമ്മലൂരി, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളവരല്ല, നീ ദൈവത്തിനെതിരാ. നല്ലൊരു ആമേൻ പറ. പലപ്പോഴും നിയമത്തിലേക്ക് വരുമ്പോൾ ലോ എപ്പോ കയറി വരുന്നോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവത്തിനെതിരാവും. ജോഷ് ബ്രദറെ അത് മനസ്സിലാക്കിയോ? അതൊരു മിസ്റ്ററിയാണ്. എന്നാൽ ആ വ്യക്തി ചിന്തിക്കും, ഞാൻ നിയമത്തിന് വേണ്ടി നിൽക്കോ, പക്ഷെ അവൻ ദൈവത്തിനെതിരാ. പരീക്ഷന്മാരെന്തോ ചിന്തിക്കുന്നു, ഞങ്ങൾ ന്യായപ്രമാണം മുഴുവൻ കാണാപ്പാടം പിടിച്ചവരോ, ദൈവത്തിനെതിരാ. എപ്പോ നീ ലവിന്നും ഗ്ലോറിന്നും വെളിച്ചാടി ലോയിലേക്ക് പോകുന്നോ, നിയമത്തിലേക്ക് പോകുന്നോ, കാര്യം കഴിഞ്ഞു. ഹല്ലേലൂയ. നീ ലവിലാണെങ്കിൽ ഇത് ഹൃദയത്തിൽ ഇത് കണക്ട് ആവും. എല്ലാവരും പറഞ്ഞ ലവിലേക്ക് വരണം. ലവിലേക്ക് വന്നേ പറ്റൂ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമുക്കിത് മിസ്സാകും, നമുക്ക് ഇത് പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതിൻ്റെ ഡയമെൻഷനും ഫ്രീക്വൻസിയും നമുക്ക് മിസ്സായി പോകും. എവിടെയോ നമുക്ക് പാളിപ്പോകുന്ന പോലെ. അങ്ങനെ പാളിപ്പോകുന്നെന്ന് തോന്നുമ്പോൾ ഓർത്തോണം, ഞാൻ ലവിൽ നിന്ന് മാറിയതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പിശാച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അറിയാതെ നമ്മൾ നമ്മുടെ ഒരു ഉപവാസം, നമ്മുടെ 2-3 സംഭവങ്ങൾ നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യും. നിയമത്തിന്റെ മനോഭാവം എല്ലാം നമുക്ക് സ്നേഹത്തിൽ നിന്നും ചെയ്യാം, നിയമത്തിൽ ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളത് സ്നേഹത്തിൽ നിന്ന് ചെയ്തു നോക്കി. കാര്യം സിമ്പിളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം സിമ്പിളായി. ബ്രദറെ, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ദൈവവുമായിട്ടുള്ള നടത്തത്തിൽ എനിക്ക് സ്ട്രഗിൾ വരുന്നു, എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. അങ്ങനെയുള്ള ചിലർ എന്നെ യൂട്യൂബിൽ ചിലപ്പോൾ ഇനി കേൾക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, നീ ശ്രമിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുന്നത്, പ്രസാദിപ്പിക്കാൻ നോക്കുന്നത് എന്താണ്? നീ ഒരു അടിമ, നിന്റെ ദൈവത്തെ അല്ലെങ്കിൽ യജമാനനെ എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് നീ ശ്രമിക്കും, പക്ഷെ നീ തളരും. നമ്മുടെ അണ്ണൻ ഒരു വേർഡ് പറയും, ഇഫ് യു ട്രൈ യു വിൽ ബിക്കം ഡ്രൈ, then the devil will fry and you will cry. എന്നോട് പറയാം, if you try the devil will fry. അല്ലേ, മറന്നുപോയി. If you try you will become dry, devil will fry and you will cry. ഹല്ലേലൂയ പറഞ്ഞേ, നല്ല രാമീൻ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ട്രൈയിലല്ല, ലവിലേക്കൊന്ന് കയറി വന്നാൽ മതി. നല്ല രാമീൻ പറഞ്ഞ്, ഞാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ബ്രദറെ എന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കാൻ പോവുകയാണ്. അവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ട്രൈ നിർത്തി നിങ്ങൾ ദൈവത്തെ പ്രേമിച്ചാലേ പറ്റൂ. ഈ പ്രേമം വന്നാലുണ്ടല്ലോ,
ഒരു ബലം പിടുത്തം അങ്ങ് മാറും, നമ്മളൊന്ന് ഫ്രീ ആകും. എനിക്ക് എപ്പോഴേലും ഒരു ബലം പിടുത്തം വരുന്നുണ്ടെങ്കിലോ എനിക്ക് ബോധ്യം വരും, എവിടെയോ ലവിൽ നിന്ന് അല്പം ലോ കയറിയിട്ടുണ്ട്. ഇത് നമ്മളിലെല്ലാം വരാം. എത്ര വെളിപ്പാടുള്ള മനുഷ്യനിലും പിശാച് ഒരു തന്ത്രമിടാൻ ശ്രമിക്കും, നമ്മുടെ അകത്തൊരു മൂത്തപുത്രനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. അതായത് ഞാൻ ഉപവസിച്ച് ദൈവത്തെ പിടിച്ചെടുക്കും, മൂത്തപുത്രന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി രാവും പകലും വേർത്ത് അധ്വാനിച്ചതുകൊണ്ട്, എന്നിട്ട് ഒരു കാളെ പോലും കേട്ടോ അധ്വാനം, ഞാൻ വേർത്ത്, അതുകൊണ്ട് നീ തന്നില്ല, അതുകൊണ്ട് നീ തരേണ്ടതല്ലേ, ലോ അതുകൊണ്ട് എന്നാ ഇളയ പുത്രന്റെ നല്ല ക്വാളിറ്റി. രണ്ടുപേരിലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇളയ പുത്രന്റെ നല്ലത് എന്തുവാ? അപ്പന്റെ ഹൃദയം അറിയാം, അപ്പാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ അവകാശം ഇങ്ങനെ വന്നേക്ക്, നല്ല ക്വാളിറ്റിയാ. പക്ഷെ അവൻ ചെയ്ത തെറ്റെന്തുവാ? അവൻ അതും കൊണ്ട് വീട്ടിൽ നിന്ന് വെളിയിൽ പോയതാണ് അവൻ ചെയ്ത തെറ്റ്. മൂത്തപുത്രൻ ചെയ്ത തെറ്റെന്തുവാ? ഹൃദയം മനസ്സിലാക്കിയില്ല, പക്ഷെ നല്ലതുകൊണ്ട് വീട്ടിൽ നിന്നു. രണ്ടുപേരിലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇത് നമ്മൾ കോമ്പിനേഷൻ മിക്സ് ചെയ്ത് എടുക്കണം. അല്ലാതെ മൂത്തപുത്രൻ തെറ്റ് ഇളയപുത്രൻ ശരി അങ്ങനെയല്ല. രണ്ടുപേരിലും ഒരു തെറ്റുകൊണ്ട് ഒരു ശരിയുണ്ട്. ഹല്ലേലൂയ. മൂത്തപുത്രന് ഹൃദയം അറിയാവുന്നവന് പെട്ടെന്ന് സംഭവം കിട്ടും. എന്നാൽ ലോയി നിൽക്കുന്നവൻ വേർത്തിട്ടും ഒരു കാളെ പോലും ഇതുവരെ കിട്ടിയിട്ടുമില്ല. പല പെന്തിക്കോസുകാർക്കും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെയോ ലോ കിടന്ന് കളിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോ വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സെൻസിങ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സ്പിരിച്വൽ റലത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയത് കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് എടുക്കാനും പറ്റില്ല. നല്ലൊരു ആമീൻ പറ. അപ്പൊ നമ്മൾ എപ്പോ ലവിലേക്ക് വരുന്നോ അപ്പോ മുതൽ നമ്മുടെ കണ്ണങ്ങ് തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും 2 അധ്യായം ബൈബിൾ വായിക്കും. ഞാൻ ചില ദിവസം ബൈബിൾ വായിക്കാറില്ല. ഹല്ലേലൂയ. ഒരു മീറ്റിംഗ് കഴിഞ്ഞു വന്നാൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞു വന്നാൽ ചില ദിവസം കിടന്നങ്ങ് ഉറങ്ങും. എന്തോ അത് നിയമത്തിൽ നിൽക്ക്. എനിക്കൊരു നിയമവും ഇല്ല. രാത്രി 7:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ടിരിക്കും. എന്നിട്ട് വീട്ടിലോട്ട്. മാസത്തിന്റെ അവസാനം ഉണ്ടെങ്കിൽ ഞാനും വീട്ടുകാരും 3 ദിവസം ഉപവസിച്ചിരിക്കും. എന്നിട്ട് മൂത്തപുത്രൻ കയറി വരുന്നുണ്ടോ? ഓ, ഇതൊക്കെയായിരുന്നല്ലേ ബ്രദറെ, ഇപ്പോഴാ ക്ലിയർ ആയെന്ന് ചിലര്. ഇതൊക്കെ മൂത്തപുത്രന്റെ പരിപാടികളാ. എല്ലാ മാസവും മാസത്തിന്റെ അവസാനമുണ്ടെങ്കിൽ ഞങ്ങൾ ഉപവാസത്തിലായിരിക്കും. എന്നിട്ട് എന്തിനാ? അത് ദൈവത്തിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കാൻ. എന്നിട്ട് പിടിച്ചെടുത്തോ? എല്ലാരും പറഞ്ഞ മണ്ടത്തരം കാണിക്കല്ലേ. ഇതൊക്കെ കുത്തിയിരുന്ന് ദൈവം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഈ വിസ്ഡം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ തലയിൽ ഈ പാരമ്പര്യം കിടന്ന് നമ്മളെ കുഴയ്ക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതങ്ങ് പൊളിഞ്ഞാൽ നമ്മളിലെ പുത്രൻ എഴുന്നേറ്റ് വരും. പുത്രൻ എഴുന്നേറ്റ് വന്നാൽ പിതാവിൻ്റെ എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും, പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യും. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഇത് ഞാൻ പ്രസംഗിക്കുമ്പം ഞാൻ തന്നെ എന്നെ ഡെയിലി കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ചില ചിന്തകൾ പിശാച് നമ്മുടെ തലയിൽ ഇടും, പക്ഷെ അതിനെ നമ്മൾ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദറെ, എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ ലവ് വർദ്ധിപ്പിച്ചാൽ മതി. നിങ്ങൾ അതിനുവേണ്ടി ഞാൻ പച്ചവെള്ളം കുടിക്കാതെ ഒന്ന് ഉപവസിച്ച് നോക്കാം. പണ്ട് അമ്മ എൻ്റെ വിഷയത്തിന് വിടുതലാകുന്നില്ല. അപ്പൊ അമ്മ വിചാരിച്ചു 21 എടുത്ത് നോക്കി.
അമ്മ ആദ്യമായിട്ടാണ് 21 എടുക്കുന്നത്, 21 മുഴുവൻ. എന്നിട്ട് അൾസർ പിടിച്ച് കിടപ്പിലായി അല്ലേ? അൾസറല്ലേ പിടിച്ചേ? അൾസർ, പിന്നെ എന്തൊക്കെയാ വന്നേ ഒറ്റയടിക്ക്? അസിഡിറ്റി, പിന്നെ ഡെങ്കിയും കൂടെ കയറി വന്നു അന്ന്. ഡെങ്കിപ്പനി. വയറൊക്കെ കത്തിയല്ലേ, കഴിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ കുറെ. ഇതിന്റെ പേരാണ് മൂത്തപുത്രൻ ഉപവാസം. എന്നാ ഇളയപുത്രൻ ഉപവാസമുണ്ട്, നല്ല ഉപവാസങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാ മൂത്തപുത്രൻ ഉപവസിച്ചു കഴിഞ്ഞാൽ അവന്റെ വയറ് കത്തിപ്പോവും. ചിലരുടെയൊക്കെ വയറ് കത്തി അൾസറും വന്നിട്ട് ഇതുവരെ വിടുതലായില്ല. ഹല്ലേലൂയ. അപകടം. ലോ എപ്പോഴും നമ്മുടെ മേൽ ഒരു നുകത്തെ വെക്കും. യേശു എന്തോ പറഞ്ഞേ? എന്റെ നുഖമുണ്ട്, മൃദുവാ, പക്ഷെ ന്യായപ്രമാണത്തിന്റെ നുഖം നമ്മുടെ നടു ഓടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് വെളിയിൽ വന്നെന്ന് പറഞ്ഞിട്ടും വന്നിട്ടില്ല. ഞാൻ യൂട്യൂബും കൂടെ ചേർത്താ പറയുന്നത്, ലൈവ് അല്ല, ഇത് വരും, യൂട്യൂബിലും കൂടെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് വെളിയിൽ വന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ മനസ്സവിടെ തന്നെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കഴുത, ഞാൻ ഒരു കഴുതയാന്നിരിക്കട്ടെ. എൻ്റെ ഒരാൾ വന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുക. ഞാൻ വേറൊരു ദൈവദാസൻ പറഞ്ഞ ഉദാഹരണമാണ് പറയുന്നത്. കെട്ടെന്ത് ചെയ്തു? വാസ്തവത്തിൽ അഴിച്ചു, എന്നിട്ടും കഴുത അങ്ങനെ തന്നെ നിൽക്കുക. കാരണം മൈൻഡ് സെറ്റിൽ കെട്ടവിടെ ഉണ്ട്. എന്തിൽ നീ വർഷങ്ങൾ തുടരുന്നോ, നീ മോചിതനായാലും നിന്റെ മൈൻഡിൽ ആ കെട്ടുണ്ടെങ്കിൽ കെട്ടപ്പെട്ടവൻ തന്നെ. എടാ പോടാ, അല്ല ഞാൻ കെട്ടപ്പെട്ടവന്, എടാ പോടാ, കെട്ടഴിഞ്ഞു. അതുകൊണ്ട് ഒരിടത്ത് യേശു പറഞ്ഞേ, എടാ സൗഖ്യമായി, ഇനി ഇവിടെ കിടക്കാൻ സാധ്യതയുണ്ട്, കിടക്ക എടുത്ത്. കാരണം ഇവനറിയാം എത്ര 38-40 വർഷമായിട്ട്, 38 വർഷം ബെഥസ്ദ എന്ന കുളക്കരയിൽ കിടന്ന് ആ പായ കിടന്ന് മൈൻഡിൽ ശരീരം വിടുവിക്കപ്പെട്ടാലും മൈൻഡ് വിടുവിക്കപ്പെടത്തില്ല എന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് എടുത്തു പറഞ്ഞു, കിടക്ക എടുത്തോ. ചിലരുടെ സൗഖ്യമൊക്കെ നടന്നു കഴിഞ്ഞു, പക്ഷെ മൈൻഡിലും കൂടെ സൗഖ്യം നടക്കണം. ആ സൗഖ്യം നടക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ട്രൂത്ത്. ഇപ്പൊ ഞാൻ പറയുന്ന ശുശ്രൂഷയിലൂടെ. നമ്മൾ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ എപ്പോഴും ബഹളം വന്നാൽ ശരീരം വിടുവിക്കപ്പെടും, മൈൻഡ് വിടുവിക്കപ്പെടത്തില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? നിങ്ങളുടെ മൈൻഡിലേക്കുള്ളത്. അവിടെ ഞാൻ കിടന്ന് അലറി കൂവി ബഹളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ചില പറഞ്ഞ അലറിക്കൊണ്ട് ചില സമയത്ത് എങ്ങനെ അവിടെ നിന്ന് പഠിപ്പിക്കും, അനങ്ങത്തില്ല. 3-5 മണിക്കൂർ അവിടെ നിന്ന് പഠിപ്പിക്കും. യേശുവിനെ വിളിച്ചത് ടീച്ചർ എന്നാ. ഇന്ന് ടീച്ചർമാരില്ല സഭയിൽ. ഗുരോ നമുക്കാരേ മതി? അത് വരപ്രാപ്തൻ. എന്നിട്ട് എടാ വരപ്രാപ്തൻ നിന്റെ ശരീരം സൗഖ്യമാക്കിയേക്കാം, നിന്റെ മൈൻഡ് സൗഖ്യമാകണമെങ്കിൽ നിനക്ക് ട്രൂത്തും വേണം. അത് അലറി വിളിച്ചാൽ കിട്ടണമെന്നില്ല. അതിന് നമ്മൾ നിന്ന് പഠിക്കണം. ഗുരു, റബ്ബി, റബ്ബായ് എന്ന് പറഞ്ഞ ഗുരു. 3 ദിവസം യേശു പ്രസംഗിച്ചില്ല, മലയുടെ മണ്ടയിൽ പഠിപ്പിച്ചു. യേശുവിന്റെ പിള്ളേർ, ശിഷ്യന്മാർ, കണ്ടോ? വിശ്വാസികളല്ല, ശിഷ്യർ. അവർ പഠിച്ചാലേ മൈൻഡ് ഫ്രീ ആകത്തുള്ളൂ. പലരുടെ മൈൻഡ് ഫ്രീ അല്ല, കെട്ടഴിഞ്ഞു. പക്ഷെ കഴുത കെട്ടപ്പെട്ടവനെന്ന് ഇപ്പം കൈ മുറിഞ്ഞ വ്യക്തികൾക്ക് കുറച്ച് നാളൂടെ കൈ അവിടെ ഉള്ളതായിട്ട് തോന്നും. അതൊക്കെ മൈൻഡ് സെറ്റുകളാണ്. ഈ മൈൻഡ് സെറ്റിന് പുറത്തു ചാടിയാലേ നമുക്ക് പൂർണ്ണതയിൽ ദൈവത്തിന്റെ പരിപാടികൾ ചെയ്തു തീർക്കാൻ പറ്റും. മനസ്സിലാവുന്നവർ ആമീൻ പറ. മനസ്സിലാവുന്നവർ നല്ല ആമീൻ പറ. അപ്പൊ പിശാചിന്റെ ഏത് വെല്ലുവിളിയുടെ മുമ്പിൽ പറയണം, ചുമ്മാരി ഞാൻ പുത്രനാ. എന്നിട്ട് കോൺഫിഡൻസിലേക്ക് വരണം. അവൻ പറയും, അവൻ നമ്മളെ ഒന്നി വെപ്രാളപ്പെടുത്തും. പിശാച് നമ്മളെ ഒന്നുകിൽ അസ്വസ്ഥപ്പെടുത്തും, വെപ്രാളപ്പെടുത്തും. അങ്ങനെ ചെയ്യാഞ്ഞിട്ടാ, നീ ഉപവസിക്കാഞ്ഞിട്ടാ. ദൈവം നമുക്ക് ചില ഗൈഡൻസ് തരും, അത് നല്ലത്. പക്ഷെ പിശാച് ഇടുന്ന
ഗിൽറ്റ് നിങ്ങളിൽ വരരുത്. ദൈവം കുറ്റബോധം പാപബോധം തരും, പിശാച് കുറ്റബോധം തരും. നല്ലൊരു ആമേൻ പറഞ്ഞേ. ദൈവം ക്ഷമിച്ചാൽ ക്ഷമിച്ചതാണ്, പിശാച് പിന്നെയും പറയും ക്ഷമിച്ചിട്ടില്ല. എന്തിനാ അത് വീണ്ടും പറയുന്നതെന്നറിയോ? അവിടെ കിടക്കാൻ വേണ്ടിയാ. നമ്മൾ അവിടെ നിന്ന് പൊങ്ങരുത്, നമ്മുടെ റോക്കറ്റ് അവിടെ നിന്ന് എഴുന്നേക്കരുത് എന്ന് പിശാചിന് വാശിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കള്ളനും അപ്പനും. അവൻ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്ക് ഇന്ന അസുഖമുണ്ട്, ഇല്ല, അസുഖം ഓൾറെഡി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പിന്നെയും പറയും അസുഖമുണ്ട്, പ്രശ്നമുണ്ട്, 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 പ്രശ്നമുണ്ട്. നീ അടിമയാ, നിനക്കൊന്നും പറ്റത്തില്ല, നീ തോൽവിയാ, നീ മണ്ടന, നീ കഴുതയാ. ഈ ടീച്ചർമാരും ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുള്ള ഓർമ്മകളെല്ലാം കൂടെ കയറ്റി വരും. അതിനെ മുഴുവൻ നിങ്ങൾ മൈൻഡിൽ നിന്ന് വചനത്താൽ പുറത്താക്കണം. ഹല്ലേലൂയ. ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് കഴിയും. ഉടനെ തിരിച്ചൊരു മറുപടി പിശാചിന് നമ്മൾ കൊടുക്കാൻ ഇടയായിത്തീരണം. വിശ്വസിക്കുന്ന റാമിയും പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അസാധാരണ ലൈഫിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.